കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കവേ സംസ്ഥാന സർക്കാരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ സുപ്രീം കോടതിയുടെ മുൻപിൽ നടന്ന നിയമ പോരാട്ടത്തിൽ നിർണായക വിധി പ്രഖ്യാപിക്കപ്പെട്ടു. വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള സ്റ്റാൻഡേർഡ് ഇൻഫർമേഷൻ റിവിഷൻ നടപടികൾ മാറ്റിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ആവശ്യം തള്ളിക്കൊണ്ട് SIR നടപടികളുമായി മുന്നോട്ടു പോകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു. ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്കിടയിലെ നിയമപരവും ഭരണപരവുമായ വെല്ലുവിളികളുടെ വ്യക്തമായ ചിത്രമാണ് ഈ കേസ് നൽകുന്നത്. ഓരോ പൗരന്റെയും വോട്ടവകാശം ഉറപ്പാക്കുന്നതിനും വോട്ടർ പട്ടിക കാലികമാക്കുന്നതിനും വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന സുപ്രധാനമായ പ്രക്രിയയാണ് സ്റ്റാൻഡേർഡ് ഇൻഫർമേഷൻ റിവിഷൻ. നിലവിലുള്ള വോട്ടർ പട്ടികയിൽ പുതിയ ആളുകളെ ചേർക്കുക, മരണപ്പെട്ടവരെ ഒഴിവാക്കുക, വിലാസം മാറിയവരുടെ വിവരങ്ങൾ തിരുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പ്രക്രിയയുടെ ഭാഗമായി നടക്കുന്നത്. എന്നാൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ SIR നടപടികൾ ആരംഭിച്ചത് വലിയ ഭരണപരമായ പ്രതിസന്ധിക്ക് വഴിയൊരുക്കി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ SIR നടപടികളും നടപ്പിലാക്കേണ്ടി വരുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന്റെയും ഉദ്യോഗസ്ഥന്റെയും മേൽ അമിതമായ ജോലിഭാരം അടിച്ചേൽപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ വാദിച്ചു. തെരഞ്ഞെടുപ്പ് ജോലികൾക്കും വോട്ടർ പട്ടിക പുതുക്കൽ ജോലികൾക്കും ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഒരേ വിഭാഗം ഉദ്യോഗസ്ഥരെയാണ്. ഈ ഇരട്ട ചുമതല തിരഞ്ഞെടുപ്പ് പ്രക്രിയയെയും ഭരണനിർവഹണത്തെയും താളം തെറ്റിക്കുമെന്ന ആശങ്കയാണ് സർക്കാർ പ്രധാനമായും കോടതിയുടെ മുൻപിൽ വെച്ചത്. SIR നടപടികൾ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ആദ്യം കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടാൻ വിസമ്മതിക്കുകയും സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാനത്തോട് ആവശ്യപ്പെടുകയുമായിരുന്നു. തുടർന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നത്. സംസ്ഥാന സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടത് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകും വരെ SIR നടപടികൾ നിർത്തിവെക്കണമെന്നായിരുന്നു. അവർ ഉന്നയിച്ച പ്രധാന ആശങ്കകൾ ഇവയായിരുന്നു. SIR, തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്നീ രണ്ട് വലിയ ജോലികളും ഒരേ സമയം നടപ്പിലാക്കുന്നത് ഉദ്യോഗസ്ഥരിൽ അമിത ജോലിഭാരം സൃഷ്ടിക്കുകയും അത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരത്തെ ബാധിക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് സമയത്ത് ഭരണപരമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കേണ്ട ഉദ്യോഗസ്ഥർ വോട്ടർ പട്ടിക പുതുക്കൽ ജോലികൾക്കായി സമയം ചെലവഴിക്കേണ്ടി വരുന്നത് ഭരണനിർവഹണത്തെ ബാധിക്കും. രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ച ഏറ്റവും വൈകാരികമായ വിഷയം SIR ജോലിയുടെ സമ്മർദ്ദം കാരണം കേരളത്തിൽ ഒരു ബൂത്ത് ലെവൽ ഓഫീസർ ആത്മഹത്യ ചെയ്ത സംഭവമാണ്. ഉദ്യോഗസ്ഥരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഈ അമിത ജോലിഭാരം എങ്ങനെ ബാധിക്കുന്നു എന്നതിന് തെളിവായി അവർ ഈ സംഭവം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ആശങ്കകളെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി എതിർത്തു. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കമ്മീഷൻ വ്യക്തമാക്കിയ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. SIR നടപടികൾ കാരണം ആർക്കും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലെന്നാണ് കമ്മീഷന്റെ നിലപാട്. വോട്ടർ പട്ടിക കാലികമാക്കേണ്ടത് ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. SIR നടപടികളുടെ 88% ഡിജിറ്റലൈസേഷൻ പൂർത്തിയായി കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ അത് നിർത്തിവെക്കുന്നത് ഇതുവരെ നടത്തിയ പരിശ്രമങ്ങളെ ഇല്ലാതാക്കും. ചീഫ് ജസ്റ്റിസ് തന്നെ ഈ വസ്തുത അംഗീകരിച്ചുകൊണ്ട് 88% ഡിജിറ്റൈസേഷനും പൂർത്തിയായല്ലോ എന്ന് ചോദിച്ചത് കമ്മീഷന്റെ വാദത്തിന് കരുത്തേകി. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞതിനാൽ തിരഞ്ഞെടുപ്പും SIR നടപടികളും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു തടസ്സവുമില്ല. SIR നടപടികൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തടസ്സമല്ലെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നടത്തി. BLOയുടെ ആത്മഹത്യ SIR ജോലിയുടെ ഭാരം മൂലമല്ലെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ വ്യക്തമാക്കി. ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാട്ടി ഒരു പ്രധാന ഭരണഘടനാപരമായ പ്രക്രിയ നിർത്തിവെക്കാനാവില്ലെന്ന് കമ്മീഷൻ വാദിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഹർജി തള്ളിക്കളയണമെന്നും SIR നടപടികളുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇരുഭാഗങ്ങളുടെയും വാദങ്ങൾ ശ്രദ്ധിച്ച ശേഷം സുപ്രീം കോടതി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിന് അംഗീകാരം നൽകി. SIR നടപടികൾ തുടരാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തു. ഈ വിധിയിലൂടെ വോട്ടർ പട്ടിക കാലികമാക്കേണ്ടതിന്റെ പ്രാധാന്യം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കാൾ ഒട്ടും കുറഞ്ഞതല്ലെന്ന് കോടതി അടിവരയിടുകയായിരുന്നു. ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും ഉത്തരവാദിത്തത്തെയും കോടതി പിന്തുണച്ചു. സുപ്രീം കോടതിയുടെ വിധിയോടെ SIR നടപടികൾ പൂർത്തിയാക്കുന്നതിനുള്ള തീയതികൾ പ്രാബല്യത്തിലുമായി. വോട്ടർമാരിൽ നിന്നും വിവരങ്ങൾ അടങ്ങിയ ഫോമുകൾ തിരികെ നൽകാനുള്ള സമയപരിധി ഡിസംബർ 11 വരെ നീട്ടിയിട്ടുണ്ട്. ഇത് ഉദ്യോഗസ്ഥർക്കും വോട്ടർമാർക്കും കൂടുതൽ സമയം നൽകുന്നുണ്ട്. പുതുക്കിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ കരട് വോട്ടർ പട്ടിക ഡിസംബർ 16 പ്രസിദ്ധീകരിക്കും. ഈ വിധി സംസ്ഥാന സർക്കാരിന് ഒരു തിരിച്ചടിയാണെങ്കിലും SIR നടപടികൾ സുഗമമായി പൂർത്തിയാക്കേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിടുന്നുണ്ട്. സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ ജനാധിപത്യ പ്രക്രിയകളിൽ ഭരണഘടനാപരമായ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളും വോട്ടർ പട്ടിക പുതുക്കലും ഇനി ഒരേ സമയം കേരളത്തിൽ മുന്നോട്ടു പോകും. ഉദ്യോഗസ്ഥർക്ക് മേലുള്ള ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഉത്തരവുകൾ അനുസരിച്ച് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണ്.